ഐസുമോളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിയോ, ഒരു ഐസ്ക്രീമിന്റെ ബോളാണ്. പക്ഷെ അതിൽ ഐസ്ക്രീമൊന്നുമില്ല. എത്ര രൂപ കൊടുക്കണമെന്ന്? 10 രൂപ കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഇത് തുറന്ന് സ്പൂൺ കൊണ്ട് ഇതിൽ ഐസ്ക്രീം കോരി നുണയില്ലേ. ഇപ്പം തന്നെ വായിൽ വെള്ളം വന്നില്ലേ ഐസ്ക്രീമിന്റെ കാര്യം. അപ്പോഴ് എന്നിട്ട് എന്ത് ചെയ്യും? ആ കോരി തിന്ന് കഴിഞ്ഞാൽ അവസാനത്ത് എന്ത് ചെയ്യും? വലിച്ചു കേട്ട് കൊടുക്കും അല്ലേ. ഇത് പ്ലാസ്റ്റിക് അല്ലത്. പ്ലാസ്റ്റിക് അങ്ങനെ വലിച്ചെറിയാൻ പാടുണ്ടോ? അത് ഭൂമിയിൽ വീണ് നശിക്കാതെ അവിടെ കിടക്കും. അത് മണ്ണിന് ദോഷമാണല്ലേ. അപ്പം പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക്കിൻ്റെ ഒഴിഞ്ഞ കൂടുകളൊന്നും നമ്മൾ വലിച്ചെറിയാതെ ഒരിടത്ത് സൂക്ഷിക്കുക അല്ലേ. വീട്ടിൽ കണ്ടില്ല ഞങ്ങൾ നമ്മൾ ചാക്ക് കൊണ്ടുവച്ചിട്ടില്ല, ആ ചാക്കിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് അത് എടുക്കാൻ വരുന്ന ആളുണ്ടാവും. അതൊന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പഞ്ചായത്തൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പൈസ കൊടുത്താൽ അവർ കൊണ്ടുപോയിട്ട് അവരെ റീസൈക്ലിങ് ചെയ്യാന്നാണ് പറയുക. എന്നുവെച്ചാൽ ഇതൊന്ന് ചുരുക്കിയിട്ട് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ചട്ടി അതേപോലുള്ള സാധനങ്ങളൊക്കെ കുപ്പിയൊക്കെ ഉണ്ടാകാതെ ഉണ്ടാക്കാൻ പറ്റും വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നേരം ഇത് വേസ്റ്റായിട്ട് നമ്മുടെ ഭൂമിയെ നശിപ്പിക്കണം. ഞാൻ ചെയ്തതെന്താണെന്നറിയോ, ഇങ്ങനെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ കളിപ്പാട്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഈ കളിപ്പാട്ടിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതാ, ഈ കളിപ്പാട്ട് എല്ലാ കളിപ്പാട്ടവും പോലെയല്ല. ഇതുണ്ടോ? ഇത് എന്ത് ചെയ്യാം? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കളിക്കും അല്ലേ. ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കും. ഇത് അനുസരിക്കുന്ന പന്താണ്. അനുസരിക്കാന്നാൽ നമ്മൾ പറഞ്ഞ് കേൾക്കണം അല്ലേ. കേട്ട് അതേപോലെ ചെയ്യുന്നതിനാണ് അനുസരിക്കാന്ന് പറയാം. ഈ ബോളിനും അതേപോലെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഐസ് പറയണോ ഇങ്ങനെ, ഐസ് പറയണം ഇങ്ങനെ ആവുന്ന സ്റ്റോപ്പ് എന്ന് പറയുന്നതിനും നീ പറയാ സ്റ്റോപ്പ് പറഞ്ഞോ. ഇനി സ്റ്റാർട്ട് പറഞ്ഞു അനുസരിച്ചില്ലെങ്കിലേ എന്ത് ചെയ്യണോ? ഇത്രയും രസകരമായ ഒരു സാധനം അല്ലേ. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട 10 രൂപ എടുത്ത് ബോൾ വാങ്ങിയിട്ട് 1 രൂപയായിട്ട് ഇതുകൊണ്ടൊരു കളിക്കോപ്പ് ഉണ്ടാക്കാം. ഇത് കളിക്കോപ്പ് മാത്രമല്ല, ഇതൊരു ശാസ്ത്ര പരീക്ഷണം നടത്തില്ല നമ്മൾ അല്ലേ. ഇതൊരു ശാസ്ത്ര പരീക്ഷണം കൂടിയാണ്. ഈ പന്തിന്റെ പേരാണ് ഘർഷണപ്പന്ത്. എന്താ പറയാ? ഘർഷണപ്പന്ത്. ഇത് നമ്മള് സൈക്കിള്, ചെറിയ സൈക്കിൾ കണ്ടിട്ടില്ലേ ഇനിയില്ലേ. അപ്പൊ ചവിട്ടി പോകുന്നേരം സൈക്കിൾ നിർത്താൻ പറഞ്ഞാൽ ചെയ്യും? ബ്രേക്ക് പിടിക്കുന്ന ബ്രേക്കിന്റെ കട്ട അല്ലേ. ബ്രേക്കിന്റെ കട്ട ആ ടയറിന്റെ മുകളിലേക്ക് അടുത്ത് നിൽക്കും. അപ്പൊ മുന്നോട്ട് പോവോ സൈക്കിള്? ഇല്ല. വിട്ടുന്നേരാണോ? അതാണ് ഘർഷണം. അത് തിരിയുന്ന ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിന്റെ ബലം കൊണ്ട് നിർത്തുക. ഇതാ, അത് തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കാൻ ഞാൻ ഉപയോഗിച്ചത്. ആ വസ്തുക്കൾ കൊണ്ട് പഠനോപകരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇതിന് ഉണ്ടാക്കാൻ നോക്കുക. എന്തൊക്കെയാണ് വേണ്ട സാധനം? 1 മീറ്റർ നീളമുള്ള ഒരു പ്ലാസ്റ്റിക് ചരട്, ചൂടൽ കയറെന്ന് പറയും. 1 മീറ്റർ. ഒരു 2 ബട്ടൺസ് ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ബട്ടൺസോ അല്ലെങ്കിൽ പേസ്റ്റിൻ്റെ മൂടിയോ കുപ്പീനെ മൂടിയോ ഒക്കെ മതി. ഇങ്ങനെ 2 ഭാഗത്ത് ചൂടാക്കിയിട്ട് തുളച്ച്, അതായത് സൂചി ചൂടാക്കി തുളച്ചിട്ട് ഇങ്ങനെ കെട്ടിയിടുക. ഇനി വേണ്ടെന്നറിയോ? ഒരാണി. ഒരു 1.5 ഇഞ്ച് നീളമുള്ള നേർമ ആണി കണ്ടോ? ആണി. ഈ ആണി ഇതിൻ്റെ സെൻറ്ററിലല്ല, കുറച്ച് സെൻറ്ററിൽ കുറച്ച് മാറിയിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അങ്ങനെ തുളച്ച് കയറ്റുക. എന്നിട്ട് ഈ കയറ് ഈ ആണിക്കുള്ളിലൂടെ ഇടുക കേട്ടാ. എന്നിട്ട് ഈ ഇതിനും ഈ മൂടിക്കും ഒരു ഹോൾസ് ഇടണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അപ്പോഴേ നമ്മളിതിങ്ങനെ ഇത് വലിച്ചു പിടിക്കുന്നേരം അവിടെ ഇങ്ങനെ തട്ടി നിൽക്കും. വലിച്ചു പിടിക്കുന്നേരം ആ ആണിക്ക് അവിടെ തട്ടി നിൽക്കുകയാണ്. ഇതാണ് ഘർഷണം എന്ന് പറയാം.
അത് ഈ ചൂണ്ടക്കയർ കൊണ്ട് നിങ്ങൾ വലിച്ചു പിടിക്കുന്ന നേരം ആണിക്ക് പറ്റിയിട്ട് അവിടെ നിൽക്കുക. സ്റ്റാർട്ട് തരുമ്പോൾ അത് ലൂസാക്കി കൊടുക്കുക. അപ്പോഴാണ് നടക്കുമ്പോൾ ഒക്കെ കർഷണം ഉപയോഗിക്കുന്നുണ്ട്. വീഴാൻ പോകുമ്പോൾ ചവിട്ടി പിടിക്കല്ലേ. അതുപോലെ എല്ലാ ബ്രേക്ക് ഉണ്ട്. എല്ലാ വാഹനങ്ങൾക്കും ബ്രേക്ക് പിടിച്ചാൽ അവിടെ. ഇത്തരം ഇനി ഐസ്ക്രീം ബോൾ വാങ്ങിയാൽ നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, കളയാതെ ഇതേപോലെ ഒരു കർഷണപ്പന്ത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇതേപോലെ വീഡിയോയിൽ നിങ്ങളും കാണിച്ചു തരാം. ഇത് മാത്രമല്ല, നിങ്ങൾ പന്ത് ഈ വേസ്റ്റ് ഈ ഐസ്ക്രീം ബോളോട് മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റുക. ഐസ്ക്രീം പിന്നെ ഇതാണെങ്കിൽ ഇത്ര സാധനം ഇത് കണ്ടോ, ഇത് അനുസരിക്കുന്ന പറഞ്ഞോളൂ. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റാർട്ട്. ഇതേപോലെ പല സാധനം നമ്മൾ വാങ്ങിക്കുന്നത് ഇതേപോലെ പ്ലാസ്റ്റിക് ഡപ്പിൻ്റെ അകത്താണ്. അപ്പോൾ ഈ ഡപ്പിയൊക്കെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ നീ പറഞ്ഞ പോലെ വലിച്ചെറിയും. അങ്ങനെ വലിച്ചെറിയാണ്ട് എന്ത് ചെയ്യണം, ഇതേപോലെ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് രസകരമായ കളിക്കോപ്പുകൾ ഉണ്ടാക്കാം. അതേപോലെ നമുക്ക് സയൻസ് ശാസ്ത്രവും പഠിക്കാം. ഇത് പരീക്ഷണം കൂടിയാണ്. ഇതും പറഞ്ഞ പോലെ തന്നെ ഇത് മറ്റൊരു ഉണ്ടാക്കി. നിങ്ങൾ ഒരു കമ്പി എടുത്തിട്ട് ഇതേപോലെ അതേപോലെ ഒരു കുടുക്കുണ്ടായത്. അപ്പം അങ്ങനെ ഞാനിവിടെ ഈ സെല്ലോ ടാപ്പ് പൊട്ടിച്ചത് ഈ കമ്പി ഇത് കാണാം, അങ്ങോട്ടാക്കിയിട്ട് അങ്ങോട്ടാക്കി. അപ്പം ഇങ്ങനെ ഇതേപോലെ ഒരു നൂലെടുത്ത് ഇത് പറയുന്നതാണ്. ഇതേപോലുള്ള കളിക്കോപ്പുകൾ ഉണ്ടാക്കി കൂട്ടുകാർ രസിക്കുക, അതേപോലെ പഠിക്കുകയും ചെയ്യുക. ഓക്കെ. ഘർഷണപന്ത് കൂട്ടുകാർക്ക് ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്കും ചെയ്യാൻ മറക്കരുത്. ചാച്ചാ.